നമ്മുടെ നിഴൽ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. വെളിച്ചത്തിലേക്ക് നോക്കി നിന്നാൽ നിഴൽ നമുക്ക് പിറകിലായിരിക്കും. എന്നാൽ ഇരുട്ടിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ അതേ നിഴൽ നമ്മുടെ മുന്നിൽ വരും. ജീവിതവും അങ്ങനെയാണ്. ഭയങ്ങളും കുറവുകളും ജീവിതമേൽപ്പിച്ച പരിക്കുകളും നമ്മെ പിന്തുടരുന്നത് തടയാനാവില്ല. പക്ഷേ നമ്മൾ എവിടേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് നിഴലുകൾ എവിടെ നിൽക്കും എന്നത് തീരുമാനിക്കുന്നത്. സ്തുതിയായിരിക്കട്ടെ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കൾ ഉണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. എന്തുകൊണ്ടാണ് ഒരാളെ മറക്കാനുള്ള ശ്രമങ്ങൾ വലിയ വേദന ഉണർത്തുന്നത്? കാരണം ലളിതമാണ്. അവരോടൊപ്പം സന്തോഷിച്ച, സമാധാനം അനുഭവിച്ച ഒരു ഞാനുണ്ട്. അവർ സമ്മാനിച്ച ആഹ്ലാദകരമായ ഓർമ്മകളുണ്ട്. അതൊക്കെയാണ് നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നത്. അയാളെ നഷ്ടപ്പെടുന്നതിനേക്കാൾ അയാളുടെ ഒപ്പമുണ്ടായിരുന്ന ആ എന്നെ നഷ്ടപ്പെടുന്നതാണ് നമ്മളെ യഥാർത്ഥത്തിൽ വേദനിപ്പിക്കുന്നത്. ഓർമ്മകളെ വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള മോഹമാണ് ഇത്ര തീവ്രമായ വേദനയായി മാറുന്നത്. സ്തുതിയായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ധനികനായൊരു മനുഷ്യൻ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. അയാൾ ദുരാഗ്രഹിയും സ്വാർത്ഥനുമായിരുന്നു. അതിസമ്പന്നനായ ആ മനുഷ്യൻ പണത്തെ മാത്രമാണ് സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ജോലിക്കാർക്ക് പോലും അയാൾ വളരെ കുറച്ച് വേതനമാണ് നൽകി വന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 50 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ അയാളുടെ ഒരു പണസഞ്ചി നഷ്ടപ്പെട്ടു. അയാൾ അവിടെയെല്ലാം അത് തേടി നോക്കി. പക്ഷേ നിരാശയായിരുന്നു ഫലം. അയാളുടെ സുഹൃത്തുക്കളും അയൽക്കാരുമൊക്കെ പണസഞ്ചി തിരയാൻ അയാളെ സഹായിച്ചു. പക്ഷേ അത് കണ്ടെത്താനായില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു പാവപ്പെട്ട ജോലിക്കാരന്റെ മകൾക്ക് പാടത്തു നിന്ന് ആ പണസഞ്ചി ലഭിച്ചു. സത്യസന്ധനായ ആ മനുഷ്യൻ ധനികന് പണസഞ്ചി കൈമാറിയതിനു ശേഷം അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെട്ടു. ധനികൻ തന്റെ പണസഞ്ചി തുറന്നു നോക്കുകയും അതിൽ 50 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ അത്യാഗ്രഹിയായ ആ മനുഷ്യൻ അതിൽ 75 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നതായും ബാക്കി ആ തൊഴിലാളി മോഷ്ടിച്ചതായും ആരോപിച്ചു. തന്റെ സത്യസന്ധത വെളിപ്പെടുത്താൻ അയാൾ ശ്രമിച്ചു നോക്കിയെങ്കിലും ധനികൻ വഴങ്ങിയില്ല. ഒടുവിൽ ഗ്രാമത്തിലെ കോടതിയിലേക്ക് അയാൾ ആ തൊഴിലാളിയെ കൂട്ടിക്കൊണ്ടുപോയി. ന്യായാധിപൻ രണ്ടുപേരോടും ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ 75 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നതായി ധനികൻ തറപ്പിച്ചു പറഞ്ഞപ്പോൾ താൻ അതിൽ നിന്ന് ഒന്നും തന്നെ എടുത്തിട്ടില്ലെന്നും ആ തൊഴിലാളി സത്യം ചെയ്തു പറഞ്ഞു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ന്യായാധിപൻ വിധി പ്രഖ്യാപിച്ചു. 75 നാണയങ്ങൾ അടങ്ങിയ പണസഞ്ചിയാണ് ധനികന് നഷ്ടപ്പെട്ടത്. എന്നാൽ ആ കൊച്ചു പെൺകുട്ടി കണ്ടെത്തിയിരിക്കുന്നത് 50 സ്വർണ്ണ നാണയങ്ങളുള്ള മറ്റൊരു പണസഞ്ചിയാണ്. അപ്പോൾ തീർച്ചയായും ഇത് ധനികന്റെ പണസഞ്ചിയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ലഭിച്ചിരിക്കുന്ന ധനികന്റെ പരാതി അസാധുവായി തീർന്നിരിക്കുന്നു. നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന 50 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ പണസഞ്ചി ആരും തന്നെ അവകാശപ്പെട്ടിട്ടില്ലാത്തതിനാൽ സത്യസന്ധതയും ആത്മാർത്ഥതയും പരിഗണിച്ച് തൊഴിലാളിക്കും മകൾക്കും ആ പണസഞ്ചി കൈമാറാനും കോടതി തീരുമാനിച്ചു. വിധി വന്നു കഴിഞ്ഞപ്പോൾ വിളറിയ മുഖവുമായി തന്റെ പണം നഷ്ടപ്പെട്ടതോർത്ത് മൗനിയായി നിൽക്കാൻ മാത്രമേ ധനികന് കഴിഞ്ഞുള്ളൂ. അത്യാഗ്രഹം ആപത്ത്. ധനികനായൊരു മനുഷ്യൻ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. അയാൾ ദുരാഗ്രഹി
എല്ലാവർക്കും വിഷു ആശംസകൾ. തുകിൽ ചാത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലമാതിൻ കാന്തൻ വാസുദേവാത്മജൻ പുലകാലേ പാടി കുഴലൂതി ചിലിചിലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാൺമാൻ. മലമാതിൽ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലിചിലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാൺമാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ച് നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നും കൃഷ്ണൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ച് നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നു അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പ് തിരുന്നാരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വന്ന കണി കാണാൻ. ഇതിരെ ഗോവിന്ദൻ അരികെ വന്നോരോ പുതുമായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞു പാൽ മന്ദസ്നേഹവും തൂകി നിന്നു. കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാൻ. മാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. മയിൽപീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണേണം
ചൊല്ലിക്കൊണ്ടും മാണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. വാഹച്ചാത്ത് കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപികാമാർ കൊത്തിക്കൊണ്ടൂടൽ കാണണം. വാഹച്ചാത്ത് കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപികാമാർ കൊത്തിക്കൊണ്ടൂടൽ കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. അങ്കതിയമാടിയന്റെ അശ്രുവീണുകൂതിർന്നോരും ആവൽ പോതി കൈക്കൊള്ളുവാൻ കണി കാണണം. ആകതിയമാടിയന്റെ അശ്രുവീണുകൂതിർന്നോരും ആവൽ പോതി കൈക്കൊള്ളുവാൻ കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. എല്ലാവർക്കും വിഷു ആശംസകൾ. ഗുഡ് നൈറ്റ്.